വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഏത് ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് PSC എക്സാമിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് PSCയുടെ പ്രിലിമിനറി എക്സാമിനെ കുറിച്ചും അതുപോലെ LDC മെയിൻ എക്സാമിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് ഈ അക്കൗണ്ടൻറ്റ് എക്സാമിനെ കുറിച്ച്, അതായത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എക്സാം ഉണ്ട് നവംബർ 6-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള എക്സാമുകളെ കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ എക്സാമിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് ഇങ്ങനെയുള്ള എക്സാംസ് വിളിച്ച കാര്യം തന്നെ അറിയുന്നില്ല. എങ്ങനെ എക്സാം ഉണ്ടായിരിക്കും, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ഡൗട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് നവംബർ 6-ാം തീയതിയുള്ള അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അക്കൗണ്ടൻസിയുടെ ഭാഗത്തു നിന്നും നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇനി ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകൾ, അതായത് നവംബർ 6-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്, അതുവരെ ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ ഞാൻ തരുന്നത്. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: assets appearing in the books but not having any real value are known as. asset appearing in books, ബുക്സിൽ അപ്പിയർ ചെയ്യുന്ന എന്താണ്, അസറ്റ്സ് ആണ്. ബട്ട് ഇറ്റ് ഹാസ് നോ റിയൽ വാല്യൂ, പക്ഷേ ഇതിന് എന്തുണ്ടായിരിക്കില്ല, റിയൽ വാല്യൂ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റ്സ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. അപ്പോൾ assets appearing in the books but not having any real value is known as fictitious assets. Next question: in a period of inflation, which of the following inventory methods would be considered suitable by the accountant? അതായത് in the period of inflation arise ചെയ്യുന്ന സമയത്ത് ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ് അക്കൗണ്ടൻസ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് മെത്തേഡാണ്? ലിഫോ മെത്തേഡാണ്. ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ അക്കൗണ്ടൻസി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിഫോ മെത്തേഡ് ആൻഡ് ഫിഫോ മെത്തേഡ് ഉണ്ട്. ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ആണ്, ഫസ്റ്റ് FI ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ഫിഫോ മെത്തേഡ്. ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഇത് സംബന്ധിച്ച് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ളവർ, BCom സ്റ്റുഡൻസും MCom സ്റ്റുഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അല്ലാതെ അങ്ങനെയുള്ളവർക്കാണല്ലോ ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക അല്ലേ. അക്കൗണ്ടൻറ്റ് കാഷ്യർ എക്സാം എന്ന് പറയുന്നത് BCom സ്റ്റുഡൻസിനുള്ള എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ ഇപ്പോൾ സമയമില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കേണ്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ മാച്ചസ് കറണ്ട് കോസ്റ്റ് വിത്ത് കറണ്ട് റവന്യൂ? കറണ്ട് കോസ്റ്റ് വിത്ത് കറണ്ട് റവന്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ്, അതായത് ലിഫോ മെത്തേഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: while preparing the annual financial statements, the balance of prepaid rent account should be treated as the balance of. While preparing the annual financial statements, the balance of prepaid rent account should be treated as the balance of. ഇപ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ആണ് അല്ലേ. അപ്പം ബാലൻസ് ഓഫ് വിച്ച് അക്കൗണ്ട് ആണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ് കേട്ടോ. പേഴ്സണൽ അക്കൗണ്ട് ആണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജനറലി ദ ടേം ഫണ്ട് ഈസ് യൂസ് ടു മീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ. Generally, the term fund is used to mean the difference between current assets and current liabilities. Current assets and current liabilities ആണ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഇൻകറക്റ്റ്? ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ഇക്വേഷൻസ് വായിക്കാം, അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് ഈക്വൽ ടു അസെറ്റ്സ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഈക്വൽ ടു അസെറ്റ്സ് പ്ലസ് ലാബിലിറ്റീസ്. ക്യാപിറ്റൽ മൈനസ് ലാബിലിറ്റീസ് ഈക്വൽ ടു അസെറ്റ്സ്. ക്യാപിറ്റൽ പ്ലസ് അസെറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് ഈക്വൽ ടു അസെറ്റ്സ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത് വരുന്നത്. അടുത്തത്, അസെറ്റ്സ് ആർ ഡിപ്രിഷിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് റാദർ ദാൻ ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് വാല്യൂ അക്കോർഡിംഗ് ടു. ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? അപ്പോൾ അക്കൗണ്ട്സിൽ നമ്മൾ കുറേ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ ഇക്വിറ്റി കോൺസെപ്റ്റ് ഉണ്ട്, മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കോൺസെപ്റ്റ് ആണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എന്താണ്? അസെറ്റ്സ് ആർ ഡിപ്രീഷിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് റാദർ ദാൻ ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് വാല്യൂ അക്കോർഡിംഗ് ടു. മാർക്കറ്റ് വാല്യൂവിനേക്കാളും എക്സ്പെക്റ്റഡ് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് റൂൾ ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ബേസിക് റൂൾ, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് ഈസ് ആപ്ലിക്കബിൾ ടു. ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് വാർഡ് കംസ് ഇൻ ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് വരുന്നത്? റിയൽ അക്കൗണ്ടിലാണ് അല്ലേ. റിയൽ അക്കൗണ്ടാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the basic rule of bookkeeping, debit all expenses and losses and credit all gains and incomes is applicable to. ഈ വരുന്ന റൂള് ഏത് അക്കൗണ്ടിലാണ്? അതായത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ എന്ന് വരുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ടിൻ്റെ റൂളിലാണ് ഇത് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പം ഓരോ അക്കൗണ്ടിൻ്റെയും ഓരോന്നിൻ്റെയും റൂള് പഠിക്കണം. പേഴ്സണൽ അക്കൗണ്ടിൽ എന്താണ്, നോമിനൽ അക്കൗണ്ടിൽ എന്താണ്, റിയൽ അക്കൗണ്ടിൽ എന്താണ്, അങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും റൂള് നമ്മൾ പഠിക്കണം. അത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ്? നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഫസ്റ്റ് വൺ ഡോക്ക് ചാർജസ്, സെക്കൻഡ് പറഞ്ഞത് കസ്റ്റമേഴ്സ് ഡ്യൂട്ടി ആൻഡ് എക്സൈസ് ഡ്യൂട്ടി, തേർഡ് വൺ റോയാലിറ്റി ആൻഡ് ഫോർത്ത് വൺ പറയുന്നത് ഓഡിറ്റ് ഫീസ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ്? ഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾ അല്ലാത്തത് ഇതിൽ റോയാലിറ്റിയാണ്. ബാക്കി വരുന്നതെല്ലാം എന്ത് എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും നോട്ടൊക്കെ എഴുതി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ എക്സാമിന്. നവംബർ 6-നാണ് എക്സാം. അപ്പോൾ ഒരു നോട്ടൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ എക്സാമിന് അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അക്കൗണ്ട്സിനാണ്. ഇത് കൂടാതെ ജി കെയിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ PSC വേറെ ഒരു എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അക്കൗണ്ട്സിൻ്റെ ഭാഗം പിന്നെ നമ്മൾ കുറേ വിട്ടുപോയിട്ടുണ്ടാവും. നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അത്രയും അങ്ങോട്ട് നോക്കാത്ത ഭാഗമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മറ്റുള്ള എക്സാമിനെ പോലെ ഇപ്പം ഡിഗ്രി ലെവലാണെങ്കിലും അതുപോലെ +2 ലെവൽ, LDC മെയിൻ എക്സാം, അങ്ങനെ ഒരുപാട് PSC ജനറൽ ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിനൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല സ്കോർ വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമുകൾ അക്കൗണ്ടൻറ്റ് ആൻഡ് കാഷ്യർ എന്നൊക്കെ പറയുന്ന എക്സാം ആകുമ്പോൾ അതത് ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമേ ഈ ഒരു എക്സാമിന് ഉണ്ടാവൂ. നമുക്ക് ഒരുപാട് ലക്ഷങ്ങളോട് മത്സരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രീം ഷോർ PSCയുടെ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്